ഹമീദേ, നീ ഹമീദ, നിങ്ങളുടെ ഹമീദ്, എന്താ എനിക്ക് മാപ്പ് തരണം. എന്താ ഹമീദ്? വാസുവേട്ടാ, നീ കരയാതിരിക്കുക. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. കരയാതിരിക്കട ഹമീദേ. ചെറിയ കുട്ടികളെ പോലെ കരയാതിരിക്കുക. തെറ്റ്. കരയല്ലടാ. എനിക്ക് ഈ അങ്ങടി ഇരുന്ന് കുടിക്കേ. എന്ത് കോലാണിത്? എത്ര കൊല്ലായി? വാസുവേട്ടാ, നിങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം ഈ ഞാനാ. നീയോ? എങ്ങനെ കഴിയേണ്ട ആളാ നിങ്ങൾ? ഇപ്പൊ ഒന്നുമില്ല. ഉള്ളതൊക്കെ ഉണ്ടാവും. അല്ല, ഒരു രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ആളല്ലേ. പോക്കറ്റിന് കാരണം ഈ ഞാനാ. എന്റെ ഹമീദ്, ആദ്യം ഒന്ന് റിലാക്സ് ആവും. പോയതൊക്കെ പോയി, വരാനുള്ളത് വന്നു. എന്നുവെച്ചാ വിധി എന്ന് പറയാം. വിധി, വാസുവേട്ടൻ്റെ ഈ വിധി വരുത്തി തീർത്തത് ഞാനാ. എന്തൊക്കെ ബിസിനസ്സുകൾ നമ്മൾ ചെയ്തു. ഹോട്ടല്, സ്റ്റുഡിയോ, അടയ്ക്കച്ചവടം, വണ്ടിക്കച്ചവടം, പെട്രോൾ പമ്പ്, റിയൽ എസ്റ്റേറ്റ്. ഒടുക്കം ആ കുരുത്തം കെട്ട 3 ബസ്സുകൾ. അതൊക്കെ ഞാൻ എന്നെ വിട്ടു. കച്ചവടങ്ങളും ബസ്, ആക്സിഡന്റും കേസും കോടതിയും ഒക്കെ. അതൊക്കെ ഞാൻ പണ്ട് നിർത്തിയതാ. അതൊക്കെ പോട്ടെ. ഈ എത്രയും കാലം എവിടെയായിരുന്നു? എന്താ ഒരു മഴ? ധനുമാസത്തിൽ ഇങ്ങനെ ഒരു മഴ പതിവില്ലാത്തതാ. സേലത്തിപ്പോ നല്ല മഴ. അപ്പോ ഈ തമിഴ്നാട്ടിലായിരുന്നു ഇത്രയും കാലം? ഓരോരോ നാടുകൾ കൊല്ലെത്രയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. 18 അതോ 20? ഒരു പിടുത്തുമില്ല. അന്ന് ഈ മുങ്ങുമ്പോഴേ എൻ്റെ സൈനബ 2ാമതും ഗർഭിണിയായിരുന്നു. 2ാമത്തെ ആളെ കണ്ടിട്ടില്ല. മൂത്തോൾക്കെന്ന് വയസ്സ് 4. ഈ ഇങ്ങോട്ട് കയറിക്കേ, മഴ കൊള്ളണ്ട. അന്ന് എനിക്ക് ഇവിടുന്ന് മുങ്ങാതെ നിവൃത്തിയില്ലല്ലോ എൻ്റെ വാസുവേട്ടാ. അത്രയ്ക്ക് കടവും കഷ്ടപ്പാടും അല്ലേ ഞാൻ നിങ്ങൾക്ക് വരുത്തി തീർത്തത്. താനതൊക്കെ വിടുള്ളൂ. കാശുണ്ടാക്കണം, എന്നിട്ട് നിങ്ങളുടെ ബാധകൾ തീർക്കണം, കച്ചവടങ്ങൾ വീണ്ടും തുടങ്ങണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പൈസയുടെ കാര്യം അങ്ങനെയാണ്. കാശ് വരുമ്പോൾ എല്ലാവരും കാശിൻ്റെ പുറത്തും അതിൻ്റെ ബലത്തിലും സൗകര്യത്തിലും ജീവിക്കാൻ കൊതിക്കുന്നവരല്ലേ. എൻ്റെ വലിയ മക്കളും വരെ. എന്നാലും വിമലേച്ചി ചിലത് അങ്ങനെയാടോ ഹമീദേ. നമ്മളിൽ നിൽക്കില്ല. പണാണേലും
ബന്ധങ്ങളാണേലും അനക്കൊരു കട്ടിട്ട് തരാൻ വരെ ഇവിടെ ആളില്ല എൻ്റെ അമ്മീത. ഏയ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഞാനേ വരണ വഴിയേ ഇവിടെ പഴയ ആനന്ദഭവൻ ഹോട്ടലിൽ കയറി ഒരു ചായയും 2 പാടിയും കഴിച്ചു. ഹോട്ടലാകെ മാറി. ഹോട്ടൽ മാത്രമല്ല ഊറ്റിനാടും. ഞാനിവിടുന്ന് പോകുമ്പോൾ എന്താ ഇവിടെ ഉണ്ടായിരുന്നു? കുറച്ച് പീടികകൾ, 10-15 ഓട്ടോറിക്ഷ, 5-8 കാറുകൾ, പിന്നെ പൊന്നാനിക്കും ഗുരുവായൂർക്കും പോണ 5-6 ബസ്സുകൾ. ഇപ്പം എന്താ റോഡ് അങ്ങോട്ട് മുറിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട്. അല്ല, ഞാനത് മറന്നു. ഇതെന്താ ഇത്? അതെ, വട കഴിക്കുമ്പോൾ നിങ്ങൾ ഓർത്തു എവിടെ പോയാലും കണ്ടമാനം ഉഴുന്ന് വട കഴിച്ചായിരുന്ന ആളല്ലെങ്കിൽ ഒന്ന് കഴിച്ചോക്കെ രസക്കണ്ട. ഓ, ആ പഴയ മണല്ല. അവിടെയൊക്കെ തിന്നിട്ട് ഇപ്പം എത്ര കാലമായി. ഇന്നിവിടുന്ന് ആര് പുറത്തേക്ക് കൊണ്ടുപോകാനാ? 2 മാസം കൂടുമ്പോൾ പെരിന്തൽമണ്ണ മസിലേക്ക് ചെക്കപ്പിനൊരു പോക്കുണ്ട്. നമ്മുടെ സുബ്രുവിൻ്റെ കൂടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് നല്ലൊരു കോഫിയും 2 പഴംപൊരി ഞാൻ തിന്നു. എന്നാ സുബ്രുവിന് അതൊന്നും പോരാട്ടോ. ഓന് 4 പൊറോട്ടയും 2 ബീഫും. എങ്ങടാ അത് ചെല്ലണമെന്ന് എനിക്കറിയില്ല. പിന്നെ യുവക സാധനങ്ങൾ തീറ്റക്കാരനായിരുന്നല്ലോ. ഒക്കെ നിർത്തി. കൊളസ്ട്രോളും ബിപിയും ഷുഗറും ഒക്കെ കണ്ടവാനായി. അല്ല, ആരേ സുബ്രു? സുബ്രുവാണ് ഇപ്പം എൻ്റെ എല്ലാം. തറവാടും പറമ്പും ഒക്കെ കണ്ണനായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ കൂറ്റനാടൊരു പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, അവിടെ കൂടാന്ന് കരുതി. അപ്പണ്ട് ചെറിയോളും ഇനി പറയാ പോണ്ട. ഓളാണ് ദാ ഇങ്ങനൊരു പേര കുത്തിക്കെട്ടി തന്നത്. എന്നിട്ട് എന്നെ നോക്കാൻ സുബ്രുവിന്. ഈ സുബ്രു നമ്മുടെ നാട്ടുകാരനല്ലേ? തെക്കനാണ്. എന്തോ കൂരയൊക്കെ വെച്ച് പൊളിഞ്ഞ് മുങ്ങി ഇവിടെ വന്നിട്ടുള്ളതാ. കുടുംബം കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ആരൊരു കോരിയിൽ എന്തൊക്കെയോ പണിക്ക് പോയിരുന്നതാ. ഓന് പിന്നെ വയ്യാണ്ടായപ്പോൾ അതൊക്കെ നിർത്തി. അപ്പോഴാ എൻ്റെ കാര്യം ഇങ്ങനെയായി. പിന്നെ എൻ്റെ ഒപ്പം കൂടി കൂടി. ഇനി എന്തെങ്കിലുമൊക്കെ മാസം അയച്ചു കൊടുക്കും. ഈ മീനിപ്പോൾ ബാംഗ്ലൂരല്ലേ? ഒക്കെ പണ്ടല്ലേ. ഇപ്പം അയർലൻഡിലാ കുടുംബ കുട്ടികളൊക്കെ ആയിട്ട്. എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ഓൾക്ക് മാത്രമാണ്. അതില്ലാതിരിക്കില്ല. അവളെ ചെന്നൈ വിട്ട് പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും ഞാനാണല്ലോ. നിനക്കറിയില്ല അതൊക്കെ. എന്നിട്ട് സുബ്രു എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും. ലേശം പിരി കുറവാണോ സംശയമുണ്ട്. എന്നാലും ഇവിടെ അത്ര വരില്ല കേട്ടോ. നിങ്ങളുടെ വീടൊന്ന് കാണട്ടെ. അങ്ങനെ കാണാനുള്ളതൊന്നുമില്ല എൻ്റെ ഹമീദേ. കൊട്ടാരല്ലേ ബോംബെയിലത്തേക്ക് വെച്ച് നോക്കുമ്പോ? ഇതോ കൊട്ടാരോ? അല്ല, നിങ്ങളെന്നപ്പോ ഈ പുസ്തക വായനൊക്കെ തുടങ്ങിയത്? അതൊക്കെ ഓൻ്റെയാണ് സുബ്രുവിൻ്റെ. ഭയങ്കര വായനയാണ്. രാത്രി ഈ തിണ്ടത്തിരുന്ന് ഒരു 10-12 മണി വരെ ഇരുന്ന് വായിക്കും. നിങ്ങളൊന്നും എടുത്ത് വായിക്കാറില്ലേ? കാട്ടുകെട്ടി പുസ്തകങ്ങളാ. കവിത വായിച്ചാലൊന്നും മനസ്സിലാവില്ല. സാഹിത്യല്ലേ? അതങ്ങനെ വല്ലാത്ത സാഹിത്യ. ഹമീദേ, എനിക്കൊന്ന് നടക്കണം. ഇപ്പോഴോ? മഴ പോയില്ലേ? പിന്നെന്താ ഇത്ര കാലായിന്നറിയോ പുറത്തൊക്കെ നിറങ്ങി നടന്നിട്ട്. തടി കുറെ കൂടിയുണ്ട്. നിനക്കൊരു മാറ്റില്ലെന്നാ വിചാരിച്ചേ?
ഈ ഇവിടുന്ന് നാട് വിട്ട് പോണതിന് മുമ്പ് എന്തായിരുന്നു നിന്റെ ചന്തം? എന്തു നേരായിരുന്നു? ഇപ്പൊ എന്താ നിന്റെ കോലം? അതെ, പുഴയിലേക്കാണെങ്കിലേ എനിക്കൊന്ന് കുളിക്കണം. ഞാൻ തോർത്തെടുത്തോ, എനിക്ക് എൻ്റെ കുപ്പായ നിന്നു. വാ. നോക്കണം, അവര് നോക്കണം. അല്ല, ഞാൻ വന്നപ്പോ ചോദിക്കാൻ വിചാരിച്ച ആടെ വലിയും കുരുത്തി. അത് നമ്മുടെ സുബ്രുവിൻ്റെ ഓനിടയ്ക്ക് ഭ്രാന്ത് കയറിയിട്ട് ഇതൊക്കെ ആയിട്ട് പുഴയിലേക്കൊരു പോക്കുണ്ട്. മീൻ കിട്ടിയാ കിട്ടി. പേരാണല്ലോ, സൂപ്പറല്ലേ. അതിനവന് മീൻ കിട്ടിയിട്ട് എങ്ങനുണ്ടായിരുന്ന പറമ്പാത്, ചേനി ചെമ്പും വാഴയും കഴുകും ഒക്കെ പോയി. പഴയ കാലത്തേക്ക് ഓർമ്മയുണ്ടോ എനിക്ക്? പിന്നെ അല്ലാതെ അന്ന് തോട്ടം തിരിക്കുന്നതൊക്കെ കുട്ടികൾക്കൊരു ആഘോഷമായിരുന്നു. ഭയങ്കര രസമല്ലായിരുന്നു അതൊക്കെ ഒരു കാലം. കാലങ്ങളങ്ങനെ മാറി മഴയാണ്. ഒരെത്തും പിടിയും കിട്ടണില്ല. ഹമീദേ, എനിക്ക് കേൾക്കണ, കാട്ടുപന്നിയും മൊയിലും മുള്ളം പന്നിയും ഒക്കെ മനുഷ്യരെക്കാൾ കൂടുതലായി ഇപ്പോൾ ഇവിടെ. ഓ, ഇതൊക്കെ ഉണ്ടോ ഇവിടെ? പിന്നല്ലാതെ കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ ഉമ്മറത്ത് 2 കുരങ്ങൻ കുട്ടികളും ഒന്ന് ചാടിക്കളിക്കായിരുന്നു. സുബ്രാരോ ഓടിച്ചത്. ഒരങ്ങന്മാരോ? ഇന്നാളുണ്ട് നമ്മുടെ സുബ്രു ഇവിടുന്ന് ഒരു കാട്ടുപന്നീനെയും പിടിച്ച് അതിൻ്റെ ഇറച്ചിയായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എനിക്കതിൻ്റെ മാണൊന്നും പിടിക്കലിടും. ആകെ നിൽക്കട്ടെ. പണ്ട് സ്കൂളിൽ നിന്ന് കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മാത്രം കണ്ടിരുന്ന ജീവികളാണ്. ഇന്നാളിവിടെ എവിടേക്കോ പുലീനിയും കണ്ടിരുന്നെന്ന് സുബ്രു പറഞ്ഞു കേട്ടെ. പാടത്ത് പണിയൊക്കെ നടക്കണ്ട. പാടത്തിപ്പോഴും പണിക്കുണ്ടല്ലോ. ഇവിടെ പണിക്കാരൊക്കെ പാരാ, ഒക്കെ പുറത്തുനിന്നാ. ഇതൊക്കെ ഇപ്പം ആരുടെ കയ്യിലാണാവോ? നമ്മുടെ പണിക്കാരാരുമില്ല, ഒക്കെ ബംഗാളികളാ. കൂറ്റനാടുന്ന് തൃത്താല വരെ 300 ചില്ലാക്കറ ഭൂമി, ഇതൊക്കെ നിങ്ങളുടെ ആയിരുന്നു. ഞാനന്ന് ബസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? നിങ്ങളെന്ന് ആരാ? ഒക്കെ ഞാൻ കാരണമായിട്ട്. പണ്ട് പാടത്ത് പണി നടക്കുന്ന സമയത്ത് കരയിലെ ഏർമാടം കെട്ടി അവിടെ പട്ടച്ചാരായം വാറ്റിക്കുടിച്ചത് ഓർക്കുന്നുണ്ടോ നീ? അന്ന് നമ്മുടെ ബസ് കപ്പുള്ളി പാടത്തെ വെള്ളത്തിലേക്ക് മറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ഭൂമി മുഴുവൻ നിങ്ങളുടെ ആയിരുന്നു. വിധി എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ഹമീദ്. 12 ആൾ മരിക്കാനും വണ്ടിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടാതിരിക്കാനും കേസിനും കൂട്ടത്തിനും പോകാനും പിന്നെ ഉള്ളതൊക്കെ വിറ്റുപെറുക്കി നഷ്ടപരിഹാരം കൊടുക്കാനും ഒക്കേറ്റിനും കാരണം കറിയും ഞാനും. എന്നെ ഒന്ന് കൊന്നു തരുമോ വാസു? ഹമീദേ, ഈ വെള്ളത്തിലേക്ക് ഒന്ന് തള്ളിയിട്ടിട്ട് പ്ലീസ്. വാസോട്ടാ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുവിധപ്പെട്ട പുഴയിലും കടലിലും ഒക്കെ ഞാൻ കുളിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ഈ പുഴയിൽ ഒന്നും മുങ്ങി നിവർന്നതിൻ്റെ സുഖം എവിടെയും കിട്ടി. അതൊക്കെ തോന്നരുത് എനിക്ക്. ഇപ്പോൾ ഇതാ അവിടെ തടയണയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഈ കുളിയോടെ നടക്കില്ല. ഒഴുക്ക് നിന്നാണ്ടല്ല, പുഴയും മനുഷ്യനും കണക്കാ. നീ ഇവിടെ കയറിക്ക, വെറുതെ നീരിറങ്ങണ്ട. അവൻ്റെ ഒരു മൂക്കുളി. വാ കേറ്. വാസോട്ടാ, കാലം ചിലതിനെ കെട്ടിനിർത്തും, ചിലതിനെ ഒഴുക്കി വിടും. ഞാനിങ്ങനെ പുറകെ ഒഴുകി. ഇനി എവിടെയെങ്കിലും ഒന്ന് കെട്ടി നിൽക്കണം.
വാരമ്പത്തിൽ കൂടെ അപ്പം ആരും നടത്തില്ല അല്ലേ? ആ ഇടയ്ക്കൊക്കെ നമ്മുടെ സുബ്രുവിൻ്റെ മോള് ക്ലാസ് കഴിഞ്ഞ് ഈ വഴിക്കൊക്കെ വന്നു എന്ന് പറഞ്ഞേക്കാം. കുറേ കാലമായി ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടന്നിട്ട്. ഈ സുബ്രു എവിടെ പോയി കിടക്കണാവോ? നേരെ ഇപ്പോൾ കുറേ ആയില്ലേ? അനക്ക് വിശക്കണില്ലേ? അടുക്കളയിലേ സുബ്രു കാലത്തുണ്ടാക്കി വെച്ച് കഞ്ഞിരിക്കുന്നുണ്ടാവും. എത്ര കാലമായിട്ടോ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്. പണ്ട് അട്ടപ്പാടിയിൽ കാട്ടി കയറിയിട്ട് മാനിനെ വെടിവെച്ച് പിടിച്ച് ചുട്ടതെന്ന് ഓർക്കുന്നുണ്ടോ നീ? ഏയ്, ഇതൊക്കെ ഒരു കാലം. ഹമീദേ, എനിക്ക് ഇഷ്ടമുള്ള ഒന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇറച്ചിയും മീനും മുട്ടയും. അതൊക്കെ പണ്ടല്ലേ എൻ്റെ വാസുവേട്ടാ. ആ, ആ, ആ. നിങ്ങൾ ഈ കഞ്ഞൊന്നും കുടിച്ചായിരുന്നില്ലല്ലോ. അതൊക്കെ പണ്ടല്ലേ എൻ്റെ ഹമീദേ. ആ, അപ്പൊ പണി അറിയാം. അന്ന് മുട്ടിട്ടില്ല അല്ലേ? ഉം. ആ, ഉപ്പേരി ഉണ്ടല്ലോ. എന്താ ഇത്? കാബേജാ? ഓ ആ മതി 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 മതി. ദേ അച്ചാർ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ചാറൊന്നും എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. നിങ്ങൾ ഉപ്പിട്ടുവോ? ഓ ഉപ്പിട്ടു, ഇതായിരിക്കുന്നു. അല്ല, എവിടെ ഇങ്ങനെ സുബ്രു? ഓനവിടെ ഇടയിൽ എന്തെങ്കിലും കണ്ട് തിരിഞ്ഞിട്ടുണ്ടാവും. നേരവും കാലൊന്നും സുബ്രുവിനൊരു പ്രശ്നമില്ല. പക്ഷേ ഓൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ. ആ, സാധൊക്കെ ഉണ്ട്. ഓൻ്റെ മോളുണ്ടല്ലോ, അവള് മിട്ടുമിട്ടിക്കുക പഠിക്കാനും പെരുമാറാനും. ചിലപ്പോ ഇപ്പം ഇങ്ങോട്ട് വരും തുള്ളിക്കളിച്ച്. എന്നില്ലേ ഇപ്പൊ? പരസഹായില്ലാണ്ട് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നെൻ്റെ ഹമീദ് എനിക്ക് പറ്റുക? ഒക്കെ ശരിയാവുന്നേ. 10-20 കൊല്ലം ഈ നാട്ടിലേക്ക് തന്നെ വരാൻ തോന്നാത്ത എനിക്ക് ഇവിടേക്ക് വരാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചില്ലേ? ഒക്കെ ശരിയാവും. ആ അങ്ങനെ വിചാരിക്കാം. പാത്രങ്ങൾ അവിടെ വെച്ചാൽ മതി. ഓൻ വന്നിട്ട് മോരിക്കോളും. ഇങ്ങോട്ട് പോരെ. ഈ പാത്രം മോറലേ എനിക്ക് വലിയ ബുദ്ധിയൊന്നുമല്ല. ഒരു 10-40 ഹോട്ടലിലെങ്കിലും ഞാൻ ഈ പണിയെടുത്തിട്ടുണ്ട്. ഹമീദേ, ആ ദാ ദേ ഇതിന്ന് എല്ലാറ്റിൽ നിന്നും ഓരോന്നും എടുക്കുക. ആ 7 കൊല്ലായിടോ ഈ ഗുളിക തീറ്റ തുടങ്ങിയിട്ട്. ഇതങ്ങോട്ട് അകത്ത് ചെന്നാ ഇന്നൊരു മയക്ക 2 എണ്ണം അടിച്ച പോലെ. അപ്പൊ അതിലാവായല്ലോ. ദാ വെള്ളം. താൻ ആ സ്റ്റൂളും കെട്ടിട്ടിരി. അവിടെ ഇരി. അതെ, താൻ ആ ഫാൻ ഓണാക്കിയ എന്താ ചൂട്. മഴ പെയ്തിട്ടും ചൂടിന് കുറവില്ല. തമിഴ്നാട്ടിൽ ഇത്ര ചൂടില്ല. പിന്നെ ദാ മേശയുടെ അടിയിലൊരു ഡയറി ഉണ്ട്, അതും എടുത്ത്. ആ അവിടെ ഇതോ? ആ ഡയറി തന്നെ. എന്താ ഇത്? നിങ്ങൾ ഡയറി എഴുത്തും തുടങ്ങിയോ? ഈ ഒന്ന് മറിച്ചു നോക്കടോ. നമ്മുടെ സ്റ്റുഡിയോയിലത്തെ ആദ്യത്തെ ഫോട്ടോ. എന്താ
എന്തൊക്കെയായിരുന്നു. VH സ്റ്റുഡിയോ, VH റെസ്റ്റോറൻറ്റ്, VH റിയൽ എസ്റ്റേറ്റ്, VH ക്ലിനിക്ക്, VH ഫിനാൻസ്. എല്ലാം നഷ്ടാവാൻ കാരണം VH ട്രാവൽസും. നീ അതൊക്കെ വിടൻ്റെ ഹമീദേ. നിന്നോർക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഫോട്ടോ എടുത്ത് നോക്കും. 20 കൊല്ലം നീ എന്നെ മറന്നില്ലേ ഹമീദേ? ഹമീദേ, എനിക്കൊന്ന് മയങ്ങണം. കഴിച്ച ഗുളികകളുടെ ഡോസ് അത്രയുണ്ട്. എന്നൊന്ന് ചെരിച്ച് കിടത്തിക്ക. വാസുട്ട, ഈ ഫോട്ടോ ഇനി ഞാൻ കയ്യിൽ വെക്കട്ടെ? അത് വേണ്ട. ഞാൻ വല്ലാതെ വീർപ്പൂട്ടുമ്പോൾ ഒരു ധൈര്യത്തിന് എടുത്ത് നോക്കണതാ. ആ ഫോട്ടോ എനിക്കൊരു പ്രതീക്ഷയാണ്. ഞാനിത് കൊണ്ടുപോയിട്ട് ഒരു കോപ്പി തരാം, പ്ലീസ്. നീ എന്താ ചെയ്യേ? ഞാനൊന്ന് കണ്ണടയ്ക്ക. ദേ, ആ അൽമാരുടെ മീതെ ഒരു പുല്ലായുണ്ട്. അത് പേര് ചെയ്യും കിടന്നോ? ഇല്ല, ഇനിയായിരിക്കുന്നില്ല. വീട്ടിൽ പോണം, ഓളെ കാണണം, മക്കളെ കാണണം. ഞാൻ നേരെ അങ്ങോട്ട് പോന്നല്ലേ. അതെ, എൻ്റെ കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് അത്. നൂറ്റിച്ച അവളിനി എന്തൊക്കെയാ പറയാന്ന് പടച്ചോന് മാത്രമേ അറിയൂ. പടച്ചൻ പോലും എന്നെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അമ്മാരി പണിയല്ലേ ഞാൻ എല്ലാവർക്കും ചെയ്തത്. ഒക്കെ ശരിയാവും. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷകളും കിനാക്കളൊക്കെ ആയിട്ട്. ഞാനേ പോവാണ്. ഇങ്ങനെ ഇവിടെ ഇരുന്നാലും ശരിയാവില്ലല്ലോ. ഞാൻ പോട്ടെ. വലിയ നോക്കണേ. ഓ, കഞ്ഞിയും കുടിച്ചില്ല, ഗുളികയും കഴിച്ചില്ല, പകൽക്കിനാവും ഇങ്ങോട്ട് കിടക്കുക കള്ളൻ. എവിടെയാ നിന്റെ അച്ഛൻ? അച്ഛൻ വെല്ലിച്ചനെ കുറെ വിളിച്ചു എന്ന് പറഞ്ഞു. എവിടെ? ദാ നോക്ക്, കണ്ടില്ലേ? 13 മിസ് കോള്. ഇപ്പൊ എന്തുറക്കായിരുന്നു ഇത്ര നേരം? കഞ്ഞിയും വേണ്ട, ഗുളികയും വേണ്ട, ഉറക്കന്നെ ഉറക്കം. ഞാൻ കഞ്ഞി എടുത്തു വരാം. വെല്ലിച്ചന്റെ ഫ്രണ്ടിന്റെ കാര്യം അറിഞ്ഞില്ലേ? ഫ്രണ്ടോ? എനിക്കോ? ഏത് ഫ്രണ്ട്? വല്ലിച്ചൊന്നും അറിഞ്ഞില്ല അല്ലേ? ഞാൻ എന്തറിയാനാ? വല്ലിച്ചനെ പണ്ട് പണ്ട് തേച്ചിട്ട് പോയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ആര്? ഹമീദോ? ആ, ഹമീദ് തന്നെ. എന്ത് പണി? ഹമീദ് ഖാന്റെ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വെച്ച വീട്ടിലേ ആരും അറിയാതെ ചെന്ന് വിഷം കഴിച്ച് ഇന്നലെ രാത്രി മരിച്ചിരിക്കണു. എന്റെ ഹമീദോ? ആ. നിനക്ക് ഉറപ്പാണോ മരിച്ചത് ഹമീദ് തന്നെയാണോ? അച്ഛൻ വിളിച്ച് പറഞ്ഞതാ. എന്റെ ഹമീദോ ഇന്നലെ രാത്രി? ഡയറിങ്ങിട്ട് എടുത്താ ആ മേശയുടെ അടിയിലിരിക്കുന്നുണ്ട്. എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് നോക്കണ ആ ഫോട്ടോ നോക്കി കരയാനല്ലേ. എന്നിട്ട് വേണം BP കൂടാനും പണി കിട്ടാനും. എന്താ പാറോ? ഫോട്ടോ നോക്ക്, കരയെ BP കൂട്ട്, എന്താ ചെയ്യും.
മോളെ ആ ഫോട്ടോ എവിടെ? ഇതിൽ കാണില്ലല്ലോ. എങ്ങനെ അറിയാം? വെളിച്ചെണ്ണല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറ്. ഞാനാ സൂക്ഷിക്കണേ.